മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് തന്നെ മറ്റു ചില ചിന്തകൾ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. കുട്ടികളെ നിർബന്ധമായും കളിക്കുവാൻ അനുവദിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് തിരിച്ചു വരുന്ന കുട്ടി ഒരു 10 മിനിറ്റെങ്കിലും കളിക്കട്ടെ. മനസ്സിൻ്റെ സ്വസ്ഥത വീണ്ടെടുക്കുന്ന കുട്ടി സന്തോഷത്തോടു കൂടി വീണ്ടും പഠിക്കുവാൻ തുടങ്ങും. ശരീരത്തിന് ആരോഗ്യവും മനസ്സും ഉന്മേഷവും ലഭിക്കുന്നതിന് പുറമേ ആശയങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള ഒരു കഴിവ് അതൊക്കെ കുട്ടിക്ക് കിട്ടുന്നത് അതിലൂടെയാണ്. വിരാമമില്ലാത്ത പഠനം ദൂഷ്യം ചെയ്യുന്നതാണ്. സ്കൂളിലെ കഴിഞ്ഞ് ഇന്ന് അടുത്ത ട്യൂഷനാണ്. ട്യൂഷൻ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നാൽ ഉടനെ അത്യാവശ്യ കാര്യം ചെയ്ത ഉടനെ നമ്മൾ എഴുതി പഴിയുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന കുടുംബങ്ങളുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, എങ്കിലുമുണ്ട്. അത് കുട്ടിക്ക് നന്മ ചെയ്യുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. പാഠപുസ്തകത്തിന് പുറമേയുള്ള വായനയും പ്രോത്സാഹിപ്പിക്കണം. പഠിക്കാനുള്ളതല്ലാതെ ഒന്നും വായിക്കാൻ പറ്റില്ല. പത്രം പോലും വായിക്കരുത്. അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല മാസികകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ഒന്നും വായിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് നന്മയല്ല. അതറിഞ്ഞ് അവൻ വളരുകയാണ്, അവൾ വളരുകയാണ്. അത് ആവശ്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതോ പഠിച്ച വിഷയത്തിൽ കൂടുതൽ അംഗീകാരം ആധികാരികത കിട്ടുന്നതോ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കൊടുക്കണം. അങ്ങനെയുള്ളത് അവർക്ക് ഉപകാരം ചെയ്യുകയേ ചെയ്യുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. പുതിയ പ്രശ്നങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. കുട്ടികളെ കൊണ്ട് പുതിയ ചോദ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചെയ്യുന്നത് നല്ലതാണ്. പഴയ ചോദ്യക്കടലാസുകളൊക്കെ അതിന് ഉത്തരം എഴുതിപ്പിക്കുക നല്ലൊരു രീതിയാണ്. അങ്ങനെ കുട്ടികൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആവും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയും പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞത് മാതാപിതാക്കൾക്ക് അതിന് സാധിക്കുമെങ്കിൽ ഒരു മോഡൽ ചോദ്യക്കടലാസ് നാം തന്നെ തയ്യാറാക്കി കുട്ടിയെ കൊണ്ട് ഉത്തരം എഴുതിപ്പിക്കണം. നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു, മിക്കവാറും അമ്മച്ചിമാരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളതിൽ നിന്ന് നമുക്ക് പ്രയാസം ഉണ്ടാകുകയില്ല. ഒരു ചെറിയ ചോദ്യപേപ്പർ പോലെ ഉണ്ടാക്കിയിട്ട് അത് കുട്ടികളെ കൊണ്ട് ഒന്ന് എഴുതിപ്പിച്ച്, അവിടെ തോറ്റാലും കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. അങ്ങനെ എഴുതിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകരെക്കാൾ വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാതാപിതാക്കൾ ഒത്തിരിയേറെ ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പറയുകയാണ്. നമ്മൾ കുട്ടികൾക്ക് നല്ല ഒരു ട്രെയിനിങ് കൊടുക്കുവാനായിട്ട് നമ്മുടെ മാതാക്കൾക്കെല്ലാം സാധിക്കും. കാരണം ബഹുഭൂരിപക്ഷം മാതാക്കളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ കത്തുകളിലേക്ക് കിടക്കാം. ഇന്നത്തെ കത്തുകൾ ആരുടെയാണ്? തിരുവനന്തപുരത്തു നിന്നും റോബർട്ട് അയച്ച കത്താണ്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാനൊരു എളിയ ദൈവ ശുശ്രൂഷകനാണ്. ഇടവകയിൽ വിൻസെൻ്റ് പോളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. എൻ്റെ മനസ്സിലെ ഒരു വലിയ വിഷമം അച്ഛനെ അറിയിക്കുകയാണ്. ആത്മീയതയിൽ വളരെ മുന്നിലെന്ന് ഭാവിക്കുന്നവർ പോലും അവരുടെ വീട്ടിലെ ചില ചടങ്ങുകൾക്ക് കാണിക്കുന്ന ധൂർത്ത് എന്നെ വല്ലാതെ അലട്ടുന്നു. ഈയിടെ ഞാനൊരു വിവാഹത്തിന് പോയി. വിവാഹം ആഘോഷമായി പള്ളിയിൽ നടന്നു. അതിനുശേഷമുണ്ടായിരുന്ന റിസപ്ഷൻ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. അതൊരു ഹോട്ടൽ മുറിയിലായിരുന്നു. എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. ആവശ്യമുള്ളവർക്ക് മദ്യം പോലും സെർവ് ചെയ്യപ്പെട്ടു. തത്സമയമുണ്ടായിരുന്ന ഗാനമേളയ്ക്കും കേരളത്തിലെ അതിപ്രശസ്തമായൊരു ടീമാണ് വന്നിരുന്നത്. ഇത്രയും പണം ഇതിനുവേണ്ടി ധൂർത്തടിക്കുന്നത് ദൈവ തിരുമുമ്പാകെ ന്യായീകരിക്കത്തക്കതാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അച്ഛൻ ഇതേപ്പറ്റി ദയവായി ഒരു വിശദീകരണം ഷാലോം TV-യിലൂടെ തന്നാൽ ഉപകാരമായിരുന്നു. കാരണം വളരെയേറെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ട്. എല്ലാവരും അത് മനസ്സിലാക്കണമല്ലോ. അതിനായി ഞാൻ ഈ കത്ത് എഴുതിയത്. റോബർട്ട് എഴുതിയത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ ഒരു ധൂർത്ത് കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട് പല കുടുംബങ്ങളിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ദൈവത്തിന് മുമ്പിൽ ഒരിക്കലും നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റോബർട്ട് എഴുതിയത് വളരെ ശരിയാണ്.
പ്രഭാഷകൻ്റെ പുസ്തകം 18:32 മുതൽ 33 വരെ പറയുന്നുണ്ട്, ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിലൊന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്നു നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. ഇന്നത്തെ സാഹചര്യത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആഡംബരം അതിൽ തന്നെ തിന്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കണ്ടമാനം പണം ചെലവഴിക്കുന്നത് ഒരിക്കലും നീതീകരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ധനം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ്, നമ്മുടേതല്ല. വാസ്തവത്തിൽ ദൈവം തരാത്തതായിട്ട് നമുക്കൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മളതിൻ്റെ കാര്യസ്ഥന്മാർ മാത്രമാണ്, കൈകാര്യം ചെയ്യേണ്ടവരാണ്. വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ള സംശയമില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം നമ്മളത് ചെലവഴിക്കുവാനായിട്ട്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത, വലിയ കാര്യത്തിലും വിശ്വസ്തൻ. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തനാണ്, വലിയ കാര്യത്തിൽ അവിശ്വസ്തനാണ്. അപ്പോൾ അധാർമിക സമ്പത്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ യഥാർത്ഥ ധനം ആര് തരും എന്ന ചോദ്യം അവിടെയുണ്ട്. നമുക്കറിയാം എന്താ ഈ സമ്പത്തിൻ്റെ കാര്യം. ഭൗമിക സമ്പത്ത് നമ്മൾ ശരിക്കും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അഭൗമിക സമ്പത്തായ സ്വർഗീയ സൗഭാഗ്യം എങ്ങനെ നിന്നെ ഏൽപ്പിക്കാൻ പറ്റും എന്നുള്ള ചോദ്യമാണത്. നമ്മളെല്ലാവരും ജീവിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടക്കുവാനാണല്ലോ. അപ്പോൾ വെറുതെ ഇവിടുത്തെ ഈ സമ്പത്ത് ദുരുപയോഗിച്ച് നമ്മൾ റിയൽ യഥാർത്ഥ സമ്പത്തായ സ്വർഗീയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് എന്തൊരു മൗഢ്യമാണെന്ന് അല്ലെങ്കിൽ മടയത്തരമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ചാവറയച്ചനും പറയുന്നുണ്ട്, ആഡംബരം വലിയ പാപമാണ്. അത് നിസ്സാരമായിട്ട് തള്ളാതെ മുമ്പോട്ട് പോകണം. റോബർട്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അത് നീതീകരിക്കപ്പെടുന്നതല്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കലും അതൊന്നും കണ്ട് നിരാശപ്പെടേണ്ട ആവശ്യം റോബർട്ടിനില്ല. നന്മ ഉണ്ടാകും. നമുക്ക് അങ്ങേയറ്റം പരിശ്രമിക്കാം എന്നാണ് എനിക്കതേപ്പറ്റി പറയാനുള്ളത്. മേഴ്സി എന്ത് പറയുന്നു? ഒരു ദൈവശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ആ വ്യക്തി ദൂർത്ത് കാണിച്ചത് അതെനിക്ക് വളരെയധികം ഒരു അത്ഭുതം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവശുശ്രൂഷയുമായി അതിന് യാതൊരു ബന്ധവും കാണുന്നില്ല. അപ്പോൾ ദൈവം കൊടുത്ത ധനം അത് ദാനമാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് നല്ല കാര്യത്തിന് വിനിയോഗിച്ചാൽ അതിന് ഫലമുണ്ടാകും. കുറേ ആർഭാടവും ആഡംബരത്വവും ഒക്കെ കാണിച്ച് തങ്ങൾ വലിയവരാണെന്ന് കാണിക്കുന്നെങ്കിൽ അവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളത്, അതിവിടം കൊണ്ട് തീരും. പക്ഷേ വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവിതത്തിന് അത് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. ഈ മനുഷ്യൻ എത്രയൊക്കെ വലിയ ദൈവ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തോടെ അദ്ദേഹം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്മ പോയി. കാരണം വിമർശനം ഒരു വശത്ത്, കുറേ പേർ വിമർശനത്തിനിടയാകുന്നു. പിന്നെ ഈ പണം നല്ല കാര്യത്തിന് പാവങ്ങൾക്ക് ഉപകരിക്കാവുന്നത് വെറുതെ അനാവശ്യമായിട്ട് ഒഴുക്കിക്കളയുന്നു. ഇത് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല, ഒരിക്കലും അതിന് യാതൊരു നീതീകരണം കിട്ടാൻ പോകുന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ധൂർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. ഈ ധൂർത്ത് എന്ന് പറയുന്നത് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. അഹങ്കാരത്തിൻ്റെ പിന്നാലെ നാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാശത്തിലേക്കുള്ള വഴി തെളിക്കുന്നത് അവരവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തന്നെ. അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി ധൂർത്ത് ചെയ്യുന്നതിലൂടെ, ധൂർത്തടിക്കുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന നാശം വളരെ വലുതാണ്. തലമുറയാണ് അതിന് വേണ്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. തലമുറയ്ക്ക് വരുന്ന ഒരു അനുഗ്രഹക്കുറവാണത്. അപ്പം അനേകം പേരുടെ കണ്ണുനീര്, അതായത് പാവപ്പെട്ടവരുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള പണം ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ കളയുമ്പോൾ ഇവർ ദൈവ ശുശ്രൂഷകരെന്നുള്ള പേര് അവർക്ക് പറയാൻ അർഹതയില്ല. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ടുവരപ്പെടും. അത് സഭാപ്രസംഗകൻ 12-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ അത് ദൈവ ശുശ്രൂഷകനാണെങ്കിലും അല്ലെങ്കിലും ആരായാലും ധൂർത്ത് ആവശ്യമില്ലാതെ ചെയ്യുന്ന, ആവശ്യമില്ലാതെ കളയുന്ന പണം ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അത് നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും ഇത് ഷാലോം TV-യിലൂടെ ഇത് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ അതൊരു വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിലൂടെ ഒരു തലമുറയ്ക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മറ്റുള്ളവരറിയണം. അതിന് അദ്ദേഹത്തിന് അഭിനന്ദനം പ്രത്യേകമായിട്ട് നൽകുന്നു. മേഴ്സി പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ, നമുക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ അത് പാവങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതാണ്. അതൊരിക്കലും
നമ്മളിങ്ങനെ ധൂർത്ത് ചെയ്യുന്നത്, പ്രത്യേകിച്ചൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗൗരവമായിട്ട് തീരുന്നു ആ തിന്മ എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എബ്രഹാം എന്തു പറയുന്നു? ധൂർത്ത് അതിൽ തന്നെ പാവമാണ്. അതെ, കാരണം എൻ്റെ ആവശ്യത്തിൽ കഴിഞ്ഞുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളതാണ്. അത് ഞാൻ ഓരോ ചടങ്ങുകൾ സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നുന്നതാണ്. മാമോദിസ, ആദ്യ കുർബാന സ്വീകരണം, മനസ്സമ്മതം എല്ലാം ഇന്ന് ധൂർത്തിൻ്റെ അങ്ങേയറ്റമായില്ലേ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയരെന്ന് പറയുന്നവർ തന്നെ, എനിക്ക് തന്നെ അറിയാം പല കേസുകൾ. പ്രാർത്ഥിക്കുന്നവരാണ്, വലിയ നേതൃത്വം കൊടുക്കുന്നവരാണ്, പക്ഷെ അവരുടെ വീട്ടിലൊരു ആഘോഷം വന്നാൽ അവർ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങൾ. ഇപ്പോൾ ഒരു കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ, ഫുഡിന് ചെന്ന് കഴിഞ്ഞാൽ 1-2 കൗണ്ടറല്ലോ, 8-10 കൗണ്ടറാണ്. ഈ 2 കൗണ്ടറിലുള്ള സാധനം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും. ഉണ്ടാക്കി വയ്ക്കുക എന്ന് വെച്ചാൽ ഇന്നാരുടെ കല്യാണത്തിന് ഇന്നതായിരുന്നു. എന്തെല്ലാം കുതിരവണ്ടി, ആനപ്പുറത്ത് പെണ്ണും ചെറുക്കനെയും കെട്ടി എന്നുള്ള ചങ്ങനാശ്ശേരി ഉണ്ടായതാണ്. ഇതൊക്കെ പണം ഏറ്റവും തെറ്റായ വിധത്തിൽ ഉപയോഗിക്കല്ലേ. ഇനി അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് നമ്മുടെ പല പള്ളികളിലെ അല്ല സഭയുടെ യുവജന പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് ഈവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവരായ കാര്യം അവർക്ക് മനസ്സിലായി ഇതിനിറങ്ങിയ കാശുണ്ടാക്കാം. കാര്യം പണമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അവരും ആ ഫീൽഡിലേക്ക് ഇറങ്ങിയ എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. ഞാൻ അറിഞ്ഞത് ഈ അടുത്തൊരു കല്യാണം നടന്നതിൽ 22 ലക്ഷം രൂപയാണ് പാർട്ടിയുടെ ആഘോഷത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചത്. അതൊക്കെ ഈ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയക്കാരല്ല, ഇപ്പം നമ്മൾ വേറെ തലത്തിലുള്ള ഒരാളാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇത് പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതുപോലെ വളർന്നു വരുന്ന വേറെ പ്രവണതയാണ്. 3 മണിക്ക് 4 മണിക്ക് കല്യാണം വെക്കുന്നു. ആ 3 മണിക്ക് 4 മണിക്ക് കല്യാണത്തിന് പള്ളിയിൽ ചെന്നാൽ ഒരു 50 പേര് 60 പേര് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ട് 6 മണിയാകുമ്പോൾ വേറെ ഹോളിൽ ചെല്ലുക. അവിടെ ആയിരക്കണക്കിന് ആളുകൾ കാണും. ഇതിലൂടെ വരുന്ന ഒരു വലിയ അപകടം, അതായത് കൂദാശയ്ക്കും ഒന്നും ഒരു പ്രാധാന്യമില്ല, അത് കഴിഞ്ഞുള്ള ആഘോഷത്തിനാണ്. ഒരു പള്ളി അല്ലേ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയെ കുർബാന കൂടുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഇതിന്ന് ആർക്കും ആവശ്യമില്ല. കാര്യം പള്ളി വരുമ്പോൾ ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് 6 മണിക്ക് കഴിഞ്ഞ് ഹോളിൽ ചെല്ലുമ്പോഴേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പള്ളി വന്നിട്ട് കാര്യമില്ല, 2 വരവ് വരണ്ടേ. കാരണം പള്ളിയിലില്ല. പള്ളി ഇപ്പം നടക്കുന്ന കല്യാണമൊന്നും പള്ളിയിലധികം ആളില്ല. പക്ഷേ ഭക്ഷണത്തിനും ഇതിനു വേണ്ടി ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ആളുകളും. ഇതെനിക്ക് തോന്നുന്നത് സഭ കർശനമായിട്ട് ഇക്കാര്യത്തിൽ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം അതിരൂപതയിൽ സൂസപ്പാക്യം പിതാവ് മനസ്സമ്മതം എന്ന് പറഞ്ഞ ചടങ്ങ് തന്നെ നിരോധിച്ചിരിക്കുക. പണ്ട് കാലത്ത് മനസ്സമ്മതം എന്ന് പറഞ്ഞാൽ പെണ്ണും ചെറുക്കനും പള്ളി വന്ന് സമ്മതം കൊടുത്ത് പെണ്ണിൻ്റെ വീട്ടിൽ പോയിരുന്ന് കാപ്പ് കുടിച്ച് വിരിയുന്നതായിരുന്നു ഒരു 25 വർഷം മുമ്പുള്ള മനസ്സമ്മതം. ഇന്നൊരു കല്യാണം പോലെ തന്നെ ചിലവാക്കി മാറ്റിയില്ല മനസ്സമ്മതം. തിരുവനന്തപുരം രൂപതയിൽ അത് പിതാവ് കർശനമായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള എൻ്റെ അറിവ്. ആ ഒരു തരത്തിലേക്ക് ഇത് വരണം. ഇനി എനിക്കൊരു വേറൊരു കാര്യം കൊണ്ട് തോന്നുന്നത്, ഈ ഷാലോം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ കുടുംബത്തിൽ എങ്കിലും ഏതെങ്കിലും ഒരു ആഘോഷം വന്നാൽ ഇതുപോലത്തെ ശൈലികളാവരുത്. ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വരുന്നവർക്ക് മാന്യമായ ഭക്ഷണം കൊടുത്ത് അവർ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ആ നാട്ടിലുള്ള പാവങ്ങൾക്ക്, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക്, നമ്മുടെ ഒരു കല്യാണത്തിന് ഡ്രസ്സിന് പോലെ ഇന്ന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരെയുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. അതൊറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അലമാരി കയറ്റി വെക്കുന്ന ഡ്രസ്സാണ്. ആ തുക മതി ഒരു പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ സർവ്വ ചെലവ് നടക്കുക. ഇത് തീർച്ചയായിട്ടും ഇദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ഈ കത്തെഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വേദന നമ്മൾ മനസ്സിലാക്കുന്നു. എൻ്റെ ഒരു അപേക്ഷയാണ്, ഷാലോം ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിലെങ്കിലും ദയവ് ചെയ്ത് ഇതുപോലത്തെ ഒരു ശൈലിയുടെ കാര്യം ഉണ്ടാവരുത്. ദൈവത്തിന് മുമ്പ് സാക്ഷികളായി നമ്മൾ മാറണം. റോബർട്ടിൻ്റെ അഭിപ്രായത്തിൽ, റോബർട്ടിനെ കുറിച്ചുള്ള ഇബ്രാഹിമിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള പല കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലെല്ലാം ഇത് തന്നെ സ്വീകരിക്കണം, ആ ധൂർത്ത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത് പാവങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ധൂർത്തിൻ്റെ ആ സംസ്കാരം അത് വലിയ പാപമാണ് എന്നുള്ള ബോധ്യമാണ് ഇത്. ഇപ്പം ഞാനും റോബർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. റോബർട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. എബ്രഹാം സൂചിപ്പിച്ചതുപോലെ ഷാലോം കാണുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിലെങ്കിലും ഒരു തുടക്കമിടുക. നമ്മൾ പേടിക്കേണ്ട, ഞങ്ങൾ മാറിയാൽ ലോകം മാറുമോ എന്ന് ചോദിക്കരുത്. ഞാനെപ്പോഴും പറയും, ഒരു ചെടിയിൽ ഒരു പൂന്തോട്ടം തുടങ്ങുന്നു, ഒരു മരം വെക്കുമ്പോൾ ഒരു കാടുണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ എൻ്റെ ഒരു മാറ്റം ഈ ലോകത്തിലൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. അതിനായിട്ട് ഇടയാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം. അച്ഛാ, എറണാകുളത്ത് നിന്ന് റോബിനാണ് ഈ കത്തെഴുതുന്നത്.
പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾ വിവാഹിതരായിട്ട് 3 വർഷമായി. വളരെയേറെ മാനസിക വിഷമത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എനിക്ക് അല്പം ബ്ലഡ് പ്രഷറിൻ്റെ അസുഖം ഉണ്ട്. അതിന് എന്നും വൈകിട്ട് മരുന്ന് കഴിക്കാറുണ്ട്. അച്ഛ, കുറേ നാളുകളായി എൻ്റെ ഭാര്യയാണ് എനിക്ക് മരുന്നെടുത്ത് തരിക. അവൾ തരുന്നത് ഞാൻ കഴിക്കുകയും ചെയ്യും. ഞാൻ രാത്രിയിൽ നല്ല ഉറക്കത്തിലാകുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എൻ്റെ വീട്ടിൽ വരികയും ഇവർ തമ്മിൽ തെറ്റായ ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത നാളുകളിലാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ഒരു ദിവസം ഞാൻ മനഃപൂർവ്വം അവൾ തന്ന ഗുളികകൾ കഴിച്ചില്ല. ഞാൻ ഉറങ്ങുന്നതായി അഭിനയിച്ച് കിടന്നു. അന്ന് ഞാൻ നേരിട്ട് ഇവരുടെ തെറ്റായ ബന്ധങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്. എങ്കിലും ഞങ്ങൾ ഒരേ വീട്ടിൽ തന്നെയാണ് കഴിയുക. ഈ വഞ്ചന എനിക്ക് സഹിക്കാനാവുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ എനിക്ക് വേണ്ട മറുപടി തരണം. ഒരു ചെറിയ സിനിമാ കഥ പോലെയുണ്ട്. എനിവേ, റോബിൻ്റെ വിഷമം ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവൾ ചെയ്തത് വലിയ തെറ്റാണ്. വിവാഹത്തിലെ അവിശ്വസ്തത വലിയ പാപമാണ്. 1 കൊരിന്തോസ് 6:18 മുതൽ 20 വരെ വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവാനാണ് ശ്ലീഹ നമ്മെ ഉപദേശിക്കുന്നത്. എഫെസോസ് 5:5 പറയുന്നുണ്ട്, ഇവർക്ക് ദൈവരാജ്യമില്ല എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ റോബിനാണ് നമുക്ക് കത്തെഴുതിയതുകൊണ്ട് റോബിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തളരരുത്. എന്നാലും പിരിഞ്ഞിട്ടില്ല, അവരൊരേ വീട്ടിലാണ്, എങ്കിലും പിണങ്ങി ഇരിക്കുകയാണ്. പിണക്കമൊക്കെ മാറ്റിവെച്ച് ക്ഷമിച്ച് അവളെ സ്വന്തമാക്കണം. പ്രയാസമുള്ള കാര്യമാണ്, എനിക്ക് അറിയാം. പ്രയാസമുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹം കൊടുത്ത് അവളെ നേടിയെടുക്കണം എന്ന് തന്നെ ഞാൻ പറയും. പറ്റുവാണെങ്കിൽ 2 പേരും കൂടെ ഒരു ദമ്പതി ധ്യാനത്തിന് പോവുക. അതുപോലെ മാരേജ് കൗൺസിലിംഗ് നല്ലതാണ്. ദമ്പതി ധ്യാനത്തിലെല്ലാം ഉണ്ട്. ഇനി പറ്റുന്നില്ല ഒരു മാരേജ് കൗൺസിലിംഗ് ആണെങ്കിലും നടത്തി അവൾക്ക് ഇതിൻ്റെ തെറ്റിൻ്റെ ബോധ്യം കൂടുതൽ ആഴപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. ദാമ്പത്യ വിശ്വസ്തതയുടെ ആവശ്യം ഗ്രഹിക്കുകയും ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും. ഇതിന് റോബിൻ വലിയ ഒരു ഉപകരണമായിട്ട് മാറണം. ഇത് റോബിനെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് റോബിൻ്റെ കയ്യിലേക്ക് അവളെ ദൈവം തന്നത്. റോബിനെ അങ്ങനെ എടുക്കുക. കാരണം റോബിൻ നല്ലൊരു യുവാവാണ്. അത് കത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടുന്നു. നല്ലൊരു യുവാവാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത് കാര്യം മനസ്സിലാക്കിയിട്ട് ഉടനെ എഴുതുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉൽപ്പത്തി 45:4 മുതൽ 8 വരെ വാക്യങ്ങൾ പറയുന്ന പോലെ എല്ലാറ്റിൻ്റെയും പിറകിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. അവിടെ യോസേഫ് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മുമ്പേ ഞാനിവിടെ വരാൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയ സഹനമായിരുന്നു യോസേഫിൻ്റെ ഭാഗത്തെങ്കിലും അങ്ങനെ എടുക്കാൻ യോസേഫിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ റോബിനും അത് സാധിക്കുമെന്നാണ് വിചാരിക്കുക. അവളെ കൂടുതൽ വിശ്വസ്തയാക്കി ഒരിക്കലും പറിച്ചെടുക്കാൻ വയ്യാത്ത നല്ല ഒരു ബന്ധത്തിലേക്ക് രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റോബിൻ്റെ ആ ക്ഷമിക്കുന്ന സ്നേഹം റോബിൻ ഇവിടെ കാണിക്കണം. അത് കർത്താവ് തന്ന വലിയ സ്നേഹത്തിന് വലിയ പ്രത്യുത്തരമായിരിക്കും. ലൂക്ക 23:34 കർത്താവ് പറയുന്ന പോലെ അവൾക്ക് ആത്മീയ അന്ധതയാകാം കാരണം. കർത്താവ് കുരിശിൽ കിടന്ന് പറയുന്നത്, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ അവളുടെ ആത്മീയ അന്ധതയാണ്, അറിയാഞ്ഞിട്ടാണ് എന്ന് കരുതുക. എന്നിട്ട് അവളോട് തമ്പുരാന് വേണ്ടി ക്ഷമിച്ച് മുൻപോട്ട് പോകണം എന്നാണ് ഞാൻ പറയുക. അതിന് റോബിന് സാധിക്കും. ദൈവം അതിന് ശക്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 1 കൊരിന്തോസ് 7:14 പറയുന്ന പോലെ ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കണം. ആ ഒരു റോൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കണം. തിന്മയുടെ ശക്തികൾ മാറിപ്പോയി. ഇതെല്ലാം തിന്മയുടെ ശക്തികളാണ് ഇതെല്ലാം വരുന്നത്. ഈ അട്രാക്ഷനും ഇതെല്ലാം കൊണ്ടുവരുന്ന പണികളാണ്. അത് മാറ്റിക്കളയാനായിട്ട് കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പ്രയോഗിക്കണം. എല്ലാം ശരിയാകും. റോബിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം. ഇതേപ്പറ്റി എന്ന് പറയുന്നത് എബ്രഹാം, റോബിൻ്റെ അവസ്ഥ വല്ലാത്തൊരു ഏതായാലും നേരിട്ട് കണ്ടു. എന്നിട്ടും അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ പിണക്കം ഉണ്ടെങ്കിലും കൂട്ടത്തിലാക്കി വേറെ ആരും അറിയിച്ചിട്ടില്ല. പൂർണ്ണമായി അവളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഒന്ന്. രണ്ടാമത്, ഇത് ഇന്നൊരു വളരുന്നൊരു പ്രവണത
ശക്തികൾ ഈ ജഡികരുടെ കാര്യത്തിൽ ഒത്തിരി ഇന്ന് വളരുക. റോമാക്കാരുടെ ലേഖനം 8:5 തോന്നുന്നല്ലേ ആത്മീയ മനുഷ്യനും ജഡീയ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ജഡീയ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആത്മീയ മനുഷ്യൻ ആത്മീയ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നു. ഈ ജഡിക മനുഷ്യനെ ആണെന്ന് സാത്താൻ കൂടുതൽ അവനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം തിന്മ വളരുവാൻ, അധാർമ്മികത വളരുവാൻ അതിന് സഹായിക്കുന്ന വേഷങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും. എന്നുവെച്ചാൽ മനുഷ്യനെ ജഡികതയിലേക്ക് ചിന്തിപ്പിക്കാനും അവൻ്റെ പ്രചോദനം കൊടുക്കാനും പ്രേരണ കൊടുക്കുവാനും ഈ പറഞ്ഞ ജഡിക ചിന്തകളിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ തന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഞാൻ പറയാം, നമ്മുടെ കത്തോലിക്കാ സഭയിൽ നമ്മുടെ പള്ളി വരുന്നവരല്ലേ ഏറ്റവും മോശമായ വസ്ത്രം ധരിച്ചു വരുന്നവർ, ഏറ്റവും മോശമായ വിവാഹ ആഘോഷങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും മോശമായ മനുഷ്യൻ്റെ മുമ്പിൽ ജഡിയ ചിന്ത ഉണ്ടാക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും വരുന്ന മുഴുവനും നമ്മുടെ ഇപ്പോൾ CSI മാർത്തോമ യാക്കോബ സഭകളുണ്ട്. അവരുടെ എല്ലാം വെള്ള വസ്ത്രം ധരിച്ച് ഏറ്റവും മാന്യമായിട്ട് അവർ വരുന്നു. ഏറ്റവും കളർഫുള്ളായും ഏറ്റവും മോശമായ ധരിച്ചു വരുന്നത് നമ്മൾ തന്നെയാണ്. ഇതെന്തിനാ? സാത്താൻ നമ്മുടെ ഉള്ളിൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ മറ്റുള്ളവരുടെ ഉള്ളിൽ കൊടുക്കുവാനോ ഇതിൻ്റെയൊക്കെ റിസൾട്ടായത്. അതുപോലെ തന്നെ മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കാണുന്നു, TV. ഇന്ന് ഇതെല്ലാം ഇണക്കിയിരിക്കുകയാണ് തിന്മശക്തികൾ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹർത്താൽ വല്ലതും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വെളുപ്പിനെ എഴുന്നേറ്റ് വെച്ച് TV ഓൺ ചെയ്തു. അപ്പോൾ ഈ ന്യൂസ് ചാനലിൽ സെർച്ച് ചെയ്ത് പറഞ്ഞപ്പോൾ കണ്ടൊരു ചാനലിൽ കിടക്കുന്നത് ബ്ലൂ ഫിലിം പോലത്തെ തന്നെ ഒരു ഫിലിമാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാത്രി അപ്പനും അമ്മയും പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഇച്ചിരി എന്തെങ്കിലും കണ്ടാൽ അവർ കിടന്നുറങ്ങും. പിന്നെ കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇത് കയറി വരിക. പണ്ട് ഇതിന് പുറത്ത് പോകണമായിരുന്നു, ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇതെല്ലാം കൂടെ വന്ന് നിൽക്കുന്നതാണ് ഈ പറഞ്ഞ അവസ്ഥകളിലേക്കെല്ലാം ഈ മനുഷ്യനെ നയിക്കാൻ. ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടു ജഡികത മാത്രമായിട്ട് മാറുന്നൊരവസ്ഥ. ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റണം. എനിക്ക് തോന്നുന്ന സഭ ഇക്കാര്യത്തിൽ ചില വ്യക്തമായ നിർദ്ദേശങ്ങൾ, പണ്ട് എറണാകുളം കത്തീഡ്രലിൽ ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് പാടില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും സ്ട്രിക്റ്റായിട്ടൊരു സംവിധാനം വരികയും പിന്നെ നമ്മുടെ ജനങ്ങളെ മുഴുവൻ നന്നായിട്ട് ബോധവൽക്കരിക്കണം. ഈ TV കാര്യങ്ങൾ, സീരിയൽ കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെയും കുറിച്ച് വന്ന ഇതിലേക്ക് കൊണ്ടുവരാൻ കുറേയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. ഇതുപോലത്തെ ധാരാളം കേസുകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഏതായാലും റോബിന് ശരിയായി അവളോട് ക്ഷമിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം കൊണ്ട് അവളെ കഴുകി വിശുദ്ധീകരിച്ച് അവളിലുള്ള പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, ഈ ജഡിയ സ്വാധീനങ്ങൾ അവളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എബ്രഹാം പറഞ്ഞത് ബോധവൽക്കരണങ്ങളിലൂടെ കൊടുത്ത് കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമാകുന്നില്ല, കുറച്ചുകൂടെ കൊടുക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. മേഴ്സി എന്ന് പറയുന്നു, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ റോബിൻ്റെ വിഷമം വളരെ വലുതാണ്. അദ്ദേഹം വളരെയധികം ദുഃഖിതനാണ് ഈ കാര്യത്തിൽ. പക്ഷേ അദ്ദേഹത്തെ പുറത്ത് ആരോടും ഇത് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ഒത്തിരി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതായത് പരിശ്രമം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ളതാവണം, അവളെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന വളരെ വലുതാക്കണം. കൂടാതെ ഇവളെ ഒരു ധ്യാനത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ഇവൾക്ക് ദൈവവചനത്തിലൂടെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി അനുതാപത്തിലേക്ക് വരുന്ന ഒരവസ്ഥ കൊണ്ടുവരാനുണ്ട്. അവൾക്കൊരു ഉത്തമ കുമ്പസാരം ആവശ്യമുണ്ട്. പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ നല്ല ഭാവിക്ക് ഈ അമ്മ വിശദീകരിക്കപ്പെട്ടേ മതിയാവൂ. അപ്പോൾ ഈ ഭർത്താവ് ക്ഷമിച്ച് സ്നേഹിച്ച് ഇവളെ അംഗീകരിച്ച് പുറത്താക്കാതെ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണ്ടത്. അപ്പോൾ കൊറിന്തോസ് ലേഖനം 1 കൊറിന്തോസ് 7:14 പറയുന്നത് പോലെ അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അവളെ വിശുദ്ധീകരിച്ചെടുക്കാനായിട്ട് ഈ റോബിനെയാണ് കർത്താവ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റോബിൻ അതിന് വേണ്ട വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനും ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ക്ഷമിച്ച് സ്നേഹിച്ച് ഇവളെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവൻ പരിശ്രമിക്കണം. അതിലൂടെ ദൈവം ഇടപെടും എന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്കതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും മേഴ്സി പറയുന്നത് ക്ഷമിക്കുന്ന സ്നേഹം വഴിയായിട്ട് റോബിൻ അവളെ നേടിയെടുക്കണം, അങ്ങനെ വിശുദ്ധിയിലേക്ക് രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും റോബിൻ, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം, കാര്യങ്ങൾ ഭംഗിയാകും. പ്രതീക്ഷയോടുകൂടി ക്ഷമിക്കുന്ന സ്നേഹത്തോടെ അവളെ നേടുവാനും അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷമുള്ള കുടുംബം നയിക്കാനിടയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പാകെ ഈ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. റോബർട്ട് സമൂഹത്തിൽ കാണുന്ന ഒരു തിന്മയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുകയായിരുന്നു. ആ തിന്മകൾ കംപ്ലീറ്റ് മാറിപ്പോകുവാനും എല്ലാ കുടുംബങ്ങളും വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനും ലാളിത്യത്തിൻ്റെ മനോഭാവം സ്വീകരിക്കുവാനിടയാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോബിൻ അവതരിപ്പിച്ച തൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നവും ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ആ ജീവിത പങ്കാളിയെ ഈ നിമിഷം അങ്ങ് സ്പർശിക്കണമേ കർത്താവേ, അങ്ങ് നേടിയെടുക്കണമേ. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ.
അവളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.